വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം. ആ സമയം ശിഷ്യർ യേശുവിൻ്റെ അടുത്ത് ചെന്ന്, സ്വർഗരാജ്യത്തിൽ വലിയവനാരാകുന്നു എന്ന് ചോദിച്ചു. യേശു ഒരു ബാലനെ വിളിച്ച് അവരുടെ മധ്യേ നിർത്തിയിട്ട്, നിങ്ങൾ തിരിഞ്ഞ പൈതങ്ങളെപ്പോലെയായി തീരുകയില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ നിങ്ങൾ കടക്കുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആകയാൽ ഈ ബാലനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവനാരോ അവനായിരിക്കും സ്വർഗരാജ്യത്തിൽ വലിയവൻ. ഈ പൈതലിനെ പോലെയുള്ളവനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെയാകുന്നു സ്വീകരിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവനെ ഇടർച്ച വരുത്തുന്നവനാരോ അവൻ കഴുത്തിൽ കഴുതയുടെ തിരികല്ല് കെട്ടിത്തൂക്കി സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുന്നതായിരിക്കും അവന് നല്ലത്. ഇടർച്ചകൾ നിമിത്തം ലോകത്തിന് കഷ്ടം. ഇടർച്ചകൾ വരേണ്ടത് ആവശ്യം. എന്നാൽ ആരു മൂലമാണോ വിരുദ്ധതകൾ ഉണ്ടാകുന്നത് ആ മനുഷ്യന് കഷ്ടം. നിന്റെ കൈയോ നിന്റെ കാലോ നിനക്കിടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ നിന്നിൽ നിന്ന് മുറിച്ചെറിഞ്ഞു കളയുക. എന്തെന്നാൽ നീ 2 കൈയോ 2 കാലോ ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ നിനക്കു നല്ലത് മുടന്തനായോ അംഗഹീനനായോ ജീവനിലേക്ക് പ്രവേശിക്കുന്നതാകുന്നു. നിന്റെ കണ്ണാണ് നിനക്ക് ഇടർച്ച വരുത്തുന്നതെങ്കിൽ നിന്നിൽ നിന്നത് ചുഴിഞ്ഞു കളക. നീ 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ പ്രവേശിക്കുന്നതത്രേ നിനക്ക് നല്ലത്. ഈ ചെറിയവരിൽ ആരെയും നിങ്ങൾ നിസ്സാരരായി വിചാരിക്കാതിരിപ്പാൻ കരുതിക്കൊള്ളണം. എന്തെന്നാൽ സ്വർഗത്തിൽ അവരുടെ മാലാഖമാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തെന്നാൽ നശിച്ചു പോയതിനെ ജീവിപ്പിക്കാനത്രേ മനുഷ്യൻ്റെ പുത്രൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കെന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുണ്ടായിരിക്കെ അവയിൽ ഒന്ന് വഴി തെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ പോയി ആ കാണാതെ പോയതിനെ അന്വേഷിക്കുന്നില്ലയോ? അതിനെ കണ്ടുകിട്ടിയാലോ? തെറ്റിപ്പോകാത്ത 99 പറ്റി എന്നതിലധികം അതിനെക്കുറിച്ച് അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുവൻ നശിച്ചു പോകുന്നത് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സന്നിധിയിൽ ഇഷ്ടമല്ല. നിന്റെ സഹോദരൻ നിന്നോട് തെറ്റു ചെയ്താൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ അവന് കുറ്റബോധം വരുത്തുക. അവൻ നിന്നെ കേട്ടുവെങ്കിൽ നിന്റെ സഹോദരനെ നീ നേടി. അവൻ നിന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ 2 3 സാക്ഷികളുടെ വായ്മൊഴിയാൽ സർവ്വവചനവും സ്ഥിരപ്പെടും എന്നതിനാൽ 1 2 പേരെ നിന്റെ കൂടെ കൊണ്ടുപോകുക. എന്നാൽ അവൻ അവരുടെ വാക്കും കേൾക്കാതിരുന്നാൽ സഭയോട് പറയുക. അവൻ സഭയെയും കേൾക്കുന്നില്ല എങ്കിൽ അവൻ നിനക്ക് ചുങ്കക്കാരനെ പോലെയും പുറജാതിക്കാരനെ പോലെയും ആയിരിക്കട്ടെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടതായിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടതുമായിരിക്കും എന്നു ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതു കാര്യത്തിലും നിങ്ങളിൽ ഇരുവർ യോജിപ്പുള്ളവരായിരുന്നാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്നും അതവർക്ക് ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നാമത്തിൽ 2 3 പേർ എവിടെ കൂടിയിരിക്കുന്നുവോ അവിടെ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കീപ്പ തന്നെ സമീപിച്ച് തന്നോട് ചോദിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ സഹോദരൻ എന്നോട് തെറ്റു ചെയ്താൽ എത്ര പ്രാവശ്യം ഞാൻ അവനോട് ക്ഷമിക്കണം? 7 പ്രാവശ്യം വരെയോ? യേശു അവനോട് 7 വരെ എന്നല്ല ഞാൻ നിന്നോട് പറയുന്നത്, 7 7 70 പ്രാവശ്യം വരെ എന്നത്രേ. തൻ്റെ ദാസരിൽ നിന്ന് കണക്ക് കേൾപ്പാൻ ആഗ്രഹിച്ച രാജാവിനോട് സ്വർഗരാജ്യം സാമ്യപ്പെടുന്നു. അവൻ കണക്ക് കേട്ടു തുടങ്ങിയപ്പോൾ 10,000 കക്രിൻ കടം വാങ്ങിയിരുന്ന ഒരുവനെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. കടം വീട്ടുവാൻ അവന് വകയില്ലാതിരുന്നതുകൊണ്ട് അവനെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതെല്ലാം വിറ്റ് കടം തീർക്കുവാൻ യജമാനൻ കൽപ്പനയായി. അപ്പോൾ ആ ദാസൻ വീണു വന്ദിച്ചുകൊണ്ട്, എൻ്റെ യജമാനനെ, എനിക്ക് അവധി തരണമേ, ഞാൻ സർവ്വവും തന്നു തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞു. ആ ദാസൻ്റെ യജമാനൻ അവനോട് ദയ തോന്നി അവനെ വിട്ടയക്കുകയും അവൻ്റെ കടം ഇളവു ചെയ്യുകയും ചെയ്തു. ആ ദാസൻ പുറത്തിറങ്ങി 100 ദീനാർ അവന് കൊടുപ്പാനുണ്ടായിരുന്ന അവൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ട് അവനെ പിടിച്ച് തൊണ്ടയ്ക്ക് ഞെക്കിക്കൊണ്ട് അവനോട്, നീ എനിക്ക് കടപ്പെട്ടിട്ടുള്ളത് തരണം എന്ന് പറഞ്ഞു.
ആ കൂട്ടുകാരൻ അവൻ്റെ പാദത്തിങ്കൽ വീണ്, എനിക്ക് അവധി തരണേ, സകലവും തന്നു വീട്ടിക്കൊള്ളാമെന്ന് യാചിച്ചു പറഞ്ഞു. എന്നാൽ അവൻ സമ്മതിച്ചില്ല. പിന്നെയോ അവൻ പോയി അവന് കടപ്പെട്ടിരുന്നത് മുഴുവൻ ഇവൻ കൊടുത്തു തീർക്കും വരെ കാരാഗൃഹത്തിൽ ഇടുവിച്ചു. സംഭവിച്ചത് അവരുടെ കൂട്ടുകാർ കണ്ടപ്പോൾ ഏറ്റവും ദുഃഖിച്ചു. അവർ വന്ന് സംഭവമെല്ലാം അവരുടെ യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ച് അവനോട്, ദുഷ്ടദാസ, നീ എന്നോട് അപേക്ഷിച്ചതുമൂലം കടമെല്ലാം ഞാൻ നിനക്ക് ഇളച്ചു തന്നുവല്ലോ. ഞാൻ നിന്നോട് കരുണ ചെയ്തതുപോലെ നീയും കൂട്ടുകാരനോട് കരുണ ചെയ്യുവാൻ നിനക്ക് ചുമതലയില്ലേ എന്ന് പറഞ്ഞു. യജമാനൻ കോപിഷ്ഠനായി കടം വാങ്ങിയിരുന്നതെല്ലാം കൊടുത്തു തീർക്കുവോളം അവനെ ശിക്ഷാധികാരികൾക്ക് ഏൽപ്പിച്ചു. നിങ്ങളിൽ ഓരോരുത്തനും തൻ്റെ സഹോദരനോട് അവൻ്റെ കുറ്റങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങളോടും ഇങ്ങനെ തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ആമേൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ.